ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസ്പയർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓട്ടോകാഡിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ ഓവർസിയർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ പോളിഗൺ ക്രിയേറ്റഡ് ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ ഒരു പോളിഗൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബൈ സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് സെന്റർ ഓഫ് എഡ്ജസ് ഓഫ് ദി പോളിഗൺ ബൈ ഡ്രോയിങ് എ ഫ്രീ ഹാൻഡ് ഷേപ്പ് ബൈ യൂസിങ് ദി എലിപ്സ് കമാൻഡ്. ഇത് മൂന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോളിഗൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് ആക്ച്വലി ഇത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ എങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾ നോക്കുക, ഓരോരോ സ്റ്റെപ്സ് ആണ്. ചൂസ്, ഓക്കെ, ഡ്രോ പോളിഗൺ, ദെൻ ക്ലിക്ക് ദ പോളിഗൺ ഐക്കൺ, ദെൻ ടൈപ്പ്. അതായത് ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മൂന്ന് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരിക? ആൻസർ വരുന്നത്, the polygon command allows users to create polygons by specifying the number of sides and the center of the edges. അതായത് നമ്പർ ഓഫ് സൈഡ്സും സെന്റർ ഓഫ് എഡ്ജസും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പോളിഗൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what are the two basic methods for drawing ellipse in AutoCAD? AutoCAD-ലെ എലിപ്സ് വരയ്ക്കാനുള്ള രണ്ട് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതെല്ലാമാണ്? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത്, ദെൻ ആക്സസ് ആൻഡ് റൊട്ടേഷൻ ആംഗിൾ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്. ഇത് മൂന്നുമാണ്. ഓക്കെ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് അല്ല, നമ്മൾ AutoCAD-ൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഇല്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ വരുന്നത് ലെങ്തും വിഡ്ത്തും ഉണ്ടെങ്കിൽ നമുക്ക് എലിപ്സ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്സസും ആംഗിൾ ഓഫ് റൊട്ടേഷനും അറിയാമെങ്കിൽ നമുക്ക് എലിപ്സ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എലിപ്സും എലിപ്റ്റിക്കൽ ആർക്കുകളും വരയ്ക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ലെങ്ത് ആൻഡ് വിഡ്ത്തും ആക്സസ് ആൻഡ് ആംഗിൾ ഓഫ് റൊട്ടേഷനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി ഓഫ്സെറ്റ് കമാൻഡ് ഫംഗ്ഷൻ ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ ഓഫ്സെറ്റ് കമാൻഡ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാലേ, പാരലൽ ലൈൻസ് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓഫ്സെറ്റ് വരയ്ക്കുന്നത്. അതായത് ഇപ്പം ഒരു ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ സെയിം ലൈൻ തന്നെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ അതിന്റെ സെയിം കോപ്പി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. സോ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഓഫ്സെറ്റ്സ് ആൻഡ് ഒബ്ജക്ട് ബൈ എ സെറ്റ് ഡിസ്റ്റൻസ്, ക്രിയേറ്റ് പാരലൽ ഒബ്ജക്ട്സ്, ട്രിംസ് ഒബ്ജക്ട്സ് ടു എ കട്ടിംഗ് എഡ്ജ്. ആണോ, ട്രിം ആണോ? അല്ല, ആ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും അല്ലെ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റിനെ ഓഫ്സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് പാരലൽ ഒബ്ജക്ട്സ്. സോ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആർക്ക് കമാൻഡ് യൂസ്ഡ് ഫോർ ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ ആർക്ക് കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അല്ലെങ്കിൽ മീൻസ് എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഓക്കെ, ടു ക്രിയേറ്റ് എലിപ്റ്റിക്കൽ ഷേപ്പ്, ടു ഡ്രോ ആർക്ക് സെഗ്മെന്റ്സ് വിത്ത് സ്പെസിഫിക് സ്റ്റാർട്ട്, എൻഡ് ആൻഡ് റേഡിയസ്, ടു മേക്ക് 3D മോഡൽസ്. ഇതാണ് നമ്മുടെ ആൻസർ മീൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? മെയിൻ ആയിട്ട് ആർക്ക് കമാൻഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആർക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ആർക്ക് എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരയ്ക്കാം. സോ സ്റ്റാർട്ടും എൻഡും റേഡിയസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ എലിപ്സസ് ക്രിയേറ്റഡ് ഇൻ CAD കമ്പയർഡ് ടു എ ഡ്രോയിങ് ബോർഡ്? ഒരു ഡ്രോയിങ് ബോർഡിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ CAD-ല് എലിപ്സസ് എങ്ങനെയാണ്? Then ellipses are easier to draw with the CAD. Ellipses require finding the right size template on a drawing board. ഓക്കെ, ഏതൊക്കെയായിരിക്കും ആൻസർ ആയിട്ട്? നമുക്കറിയാം CAD ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കുമല്ലോ. പിന്നീട് വരുന്ന എന്താണ്? പിന്നീട് എലിപ്സസ് റിക്വയർ ഫൈൻഡിങ് ദി റൈറ്റ് സൈസ് ടെംപ്ലേറ്റ് ഓൺ. അതായത് ഡ്രോയിങ് ബോർഡിൽ നമ്മൾ വരയ്ക്കണമെങ്കിൽ എന്താണ്? കറക്റ്റ് സൈസ് ടെംപ്ലേറ്റ് നമുക്ക് ആവശ്യം. അതായത് ജസ്റ്റ് നമ്മൾ പോയിന്റുകൾ തമ്മിൽ എന്താണ് ഇങ്ങനെ കുറെ പോയിന്റ്സ് നമുക്ക് കിട്ടും. അതിന് എന്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് കർവ്, ദെൻ അടുത്ത കർവ്, അങ്ങനെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു റൈറ്റ് സൈസ് ടെംപ്ലേറ്റ് ഫൈൻഡ് ചെയ്തിട്ട് വേണം ഡ്രോയിങ് ബോർഡിൽ വരയ്ക്കാനായിട്ട്. അപ്പം എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് വരുന്നത്? 2ഉം 3ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് സി ആണ്, 2 and 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡു യു സ്പെസിഫൈ ദ ഫസ്റ്റ് ആക്സസ് ഇൻ ക്രിയേറ്റിംഗ് ആൻ എലിപ്സ് ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ എലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആക്സസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബൈ ഡ്രോയിങ് ഫ്രീ ഹാൻഡ്, ബൈ ഡിഫൈനിങ് 2 സ്പെസിഫിക് എൻഡ് പോയിന്റ്സ്, ബൈ ചൂസിങ് എ ടെംപ്ലേറ്റ്. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? അതായത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എൻഡ് പോയിന്റ്സ് വേണം. ഓക്കെ, എലിപ്സ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നത്, ആ രണ്ട് എൻഡ് പോയിന്റ്സ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ആയിട്ട് നമ്മുടെ എലിപ്സ് വരയ്ക്കാൻ പറ്റും. സോ ബൈ ഡിഫൈനിങ് 2 സ്പെസിഫൈഡ് എൻഡ് പോയിന്റ്സ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഓൺലി 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
In which menu can you find the extend command in AutoCAD? Okay, extend command ഏത് മെനുവിലാണുള്ളത്? ഫസ്റ്റ് ഹോം മോഡിഫൈ, ടൂൾസ് എക്സ്റ്റെൻഡ്, ദെൻ എഡിറ്റ് എക്സ്റ്റെൻഡ്. ഓക്കെ, എങ്ങനെയാണ് വരിക? അതായത് നോക്കാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, എക്സ്റ്റെൻഡ് കമാൻഡ് ഉണ്ടോ? എക്സ്റ്റെൻഡ് കമാൻഡ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്, ഹോം മോഡിഫൈ എക്സ്റ്റെൻഡ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹോം മോഡിഫൈ, പിന്നീടാണ് എക്സ്റ്റെൻഡ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ഇറൈസിംഗ് ഡ്രോയിങ് ഒബ്ജക്ട്സ് അലോങ് എ സെലക്ടഡ് എഡ്ജ് കോഡ് ഇൻ AutoCAD? അതായത് AutoCAD നമ്മൾ എന്താണ് സെലക്ടഡ് എഡ്ജസ് മാത്രം ഇറൈസ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രിമ്മിങ്, ഫില്ലറ്റിങ്, ഓഫ്സെറ്റിംഗ്. ഏതാണോ കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ അല്ലെ? നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇറൈസ് എന്നല്ല പറയുന്നത് അല്ലെ, അത് എന്താണ് വിളിക്കുന്നത്? ട്രിമ്മിങ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. സോ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഫില്ലറ്റ് കമാൻഡ് ക്രിയേറ്റ് ഇൻ AutoCAD? AutoCADലെ ഫില്ലറ്റ് കമാൻഡ് എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ മിറർ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട്, എ റൗണ്ട് കോർണർ ബിറ്റ്വീൻ ടു ലൈൻസ്, ആൻ ആംഗിൾഡ് കോർണർ ബിറ്റ്വീൻ ടു ലൈൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് നമുക്കറിയാം മിറർ ഇമേജിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. പിന്നീട് എന്താണ്, കോർണറുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അത് റൗണ്ട് ആണോ ആംഗിൾഡ് ആണോ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ എന്തിനാണ് ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്? നോക്കാം, ഈ ഒരു ടേബിൾ നോക്കാം, ഫില്ലറ്റും ഉണ്ട്, ചെയിൻഫറും ഉണ്ട്. ഫില്ലറ്റിന് കറസ്പോണ്ടിങ് ആണ് ക്രിയേറ്റ് എ റൗണ്ട് കോർണർ ബിറ്റ്വീൻ ടു ലൈൻസ്. ചെയിൻഫർ ആണ് ആംഗിൾഡ് കോർണറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക? അതായത് റൗണ്ട് കോർണർ ആണ് ആൻസർ വരിക. സോ എന്ത് വരും? ബി, ഓപ്ഷൻ ബി ആണ്, ഓൺലി 2. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ചെയിൻഫർ കമാൻഡ് യൂസ്ഡ് ഫോർ ഇൻ AutoCAD? അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആംഗിൾഡ് കോർണറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ചെയിൻഫർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഓൺലി 1 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി അറേ കമാൻഡ് ഇൻ AutoCAD? AutoCADൽ അറേ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഓക്കെ, സോ ഈ ഒരു ടേബിളിൽ തന്നെ ഉണ്ടത്, ക്രിയേറ്റ്സ് എ റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് ദി സെലക്ടഡ് ഒബ്ജക്ട്സ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പീറ്റിംഗ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അറേ കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ എന്ത് വരും? നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ക്രിയേറ്റിംഗ് എ റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് ദി സെലക്ടഡ് ഒബ്ജക്ട്സ് ആണ്. ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കുക. കോപ്പീസ് ഒബ്ജക്ട്സ് വൺസ് ഓർ മൾട്ടിപ്പിൾ ടൈംസ്, ദെൻ എന്താണ് സ്ട്രെച്ചസ് ആൻഡ് ഒബ്ജക്ട് ആഫ്റ്റർ യു ഹാവ് സെലക്ടഡ് എ പോർഷൻ ഓഫ് ഇറ്റ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓൺലി 1 ആണ്, സി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി റീലൊക്കേഷൻ പോയിന്റ് ഇൻ ദി കോപ്പി കമാൻഡ്? കോപ്പി കമാൻഡിലെ റീലൊക്കേഷൻ പോയിന്റിന്റെ റോൾ എന്താണ്? ഓക്കെ, അത് നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് റീലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം മീൻസ് ഇവിടെ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്തിട്ടാണ് അത് ഇങ്ങനെ മൂവ് ചെയ്ത് വരും അല്ലെ, അതിന്റെ ഒരു കോപ്പി. എന്നിട്ട് നമ്മൾ എവിടെയാണോ മീൻസ് അതിനെ കോപ്പി ചെയ്ത് വെക്കേണ്ട അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം, അവിടെയാണ് കോപ്പി ചെയ്യേണ്ടത് അല്ലെ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു സ്പെസിഫൈ വെയർ ദ കോപ്പിഡ് ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ്, to create a minor image of the object, to offset the objects by a set distance. Okay, അപ്പം ഇത് നമ്മുടെ അറിയാം, നമുക്ക് മിറർ ഇമേജും അല്ല ഇതും അല്ല, ഇത് ഓഫ്സെറ്റ് ആണ് അല്ലെ, ഇത് മിറർ ഇമേജും അല്ല. സോ നമുക്ക് റീലൊക്കേഷൻ പോയിന്റ് കോപ്പിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു സ്പെസിഫൈ വെയർ ദി കോപ്പിഡ് ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓൺലി 1 ആണ്, എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How can you offset an object through a point in AutoCAD? Okay, ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടൈപ്പ് ഓഫ്സെറ്റ്. ഓക്കെ, ടൈപ്പ് ഓഫ്സെറ്റ് അറ്റ് ദി കമാൻഡ് പ്രോംപ്റ്റ്, ടൈപ്പ് ടി അറ്റ് ദി ടി ടു സ്പെസിഫൈ എ ത്രൂ പോയിന്റ്, പിക്ക് എ പോയിന്റ് ടു ഓഫ്സെറ്റ് ത്രൂ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഓഫ്സെറ്റ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓഫ്സെറ്റ് അതായത് ഒരു ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി അതിനെ കോപ്പി ചെയ്യുക. ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ അല്ലെ. ഇപ്പൊ ഈ ഒരു ലൈൻ ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് അത് വീണ്ടും വരയ്ക്കുക. ഓക്കെ, വീണ്ടും വരയ്ക്കുക. അങ്ങനെ നമുക്ക് സെയിം ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്തിട്ട് വീണ്ടും 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 ലൈൻസ് വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അതായത് നോക്കുക, ഓഫ്സെറ്റ് അറ്റ് ദി കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ ടി വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും, അതുപോലെ ത്രൂ പോയിന്റ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മൂന്നും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി അബവ് 1, 2 and 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, what does the base point acts as during the location of objects in AutoCAD? ഓക്കെ, ബേസ് പോയിന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതായത് റൊട്ടേഷന്റെ സമയത്ത് ഇപ്പൊ ഒരു ഒബ്ജക്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ ബേസ് പോയിന്റ് ഉണ്ട്. അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? എ പിവോട്ട് പോയിന്റ്, എ റെഫറൻസ് ആംഗിൾ, എ സ്കെയിലിംഗ് ഫാക്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതിപ്പോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണ്, ഈ ടി ഷേപ്പിലുള്ള ഒരു ഒബ്ജക്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇതിനെ നമ്മൾ ഈ ചരിഞ്ഞിരിക്കുന്നതിനെ റൊട്ടേറ്റ് ചെയ്ത് നേരെ ആക്കുവാണ്, അല്ലെങ്കിൽ നേരെ ഇരിക്കുന്നതിനെ
ചരിച്ച് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കണ്ടോ ജസ്റ്റ് ഫിക്സഡ് ആണ് അല്ലെ, ആ പോയിന്റ് അബൌട്ട് ആയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും ബേസ് പോയിന്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, എ പിവോട്ട് പോയിന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What does a negative angle produce during the rotation of objects in AutoCAD? First statement, counterclockwise rotation, clockwise rotation, no rotation. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതായത് ക്ലോക്ക് വൈസ് റൊട്ടേഷനും അല്ലെങ്കിൽ നെഗറ്റീവ് ആംഗിളും എന്താണ് പോസിറ്റീവ് ആംഗിളും വരുമ്പോൾ. ഓക്കെ, സോ റെഫറൻസ് ആംഗിൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് എ പോസിറ്റീവ് ആംഗിൾ കോസ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആൻഡ് നെഗറ്റീവ് ആംഗിൾ ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് only 2 ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how can you specify the new angle in AutoCAD's rotation command? അതായത് ഓട്ടോകാഡിന്റെ റൊട്ടേഷൻ കമാൻഡിൽ ന്യൂ ആംഗിൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബൈ പോയിന്റിംഗ്, ബൈ ഡ്രാഗിംഗ് ദി ഒബ്ജക്ട്, ബൈ സെലക്ടിംഗ് ഫ്രം എ മെനു. അപ്പൊ ഏതാണ് നമുക്ക് അറിയില്ല. സോ നമുക്ക് എന്താണ്, അതായത് മെയിൻ ആയിട്ട് എന്താണ് ഒരു ഓട്ടോകാഡില് മീൻസ് റൊട്ടേഷൻ അല്ലെ, റൊട്ടേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ്, ബൈ പോയിന്റിംഗ്, പോയിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബൈ ഡ്രാഗിംഗ് ദി ഒബ്ജക്ട്. ഓക്കെ, ഒബ്ജക്റ്റിനെ ഡ്രാഗ് ചെയ്യുന്നതിലൂടെയും പോയിന്റിങ്ങിലൂടെയുമാണ് നമ്മൾ ഒരു ന്യൂ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് സി ആണ്, 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഫില്ലറ്റിംഗ് ജംഗ്ഷൻ അലോ യു ടു ഡു? ഓക്കെ, ഫില്ലറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതായത് മെയിൻ ആയിട്ടും മിസ്സിംഗ് കോർണർ അല്ലെങ്കിൽ അതായത് ലൈൻസിന്റെ ആർക്സിന്റെ ഒക്കെ മിസ്സിംഗ് കോർണറിനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, എക്സ്റ്റെൻഡ് ഓർ ഷോർട്ട് ആൻഡ് സെലക്ടഡ് ഒബ്ജക്ട്സ് ടു ഫോം എ കോർണർ, റൊട്ടേറ്റ് ഒബ്ജക്ട്സ് അറൌണ്ട് എ ബേസ് പോയിന്റ്. എന്തിനു വേണ്ടിയാണ് ഫില്ലറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? എന്താണ്, കോർണറിനെ ഫില്ല് ചെയ്യുക അല്ലെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ എന്ത് വരും, ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഓപ്ഷൻസ് ക്യാൻ യു സ്പെസിഫൈ വെൻ യൂസിങ് എ ഫില്ലറ്റിംഗ് ഫംഗ്ഷൻ CAD? ഓക്കെ, അതായത് ഫില്ലറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ഓപ്ഷൻ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്? ഓക്കെ, ഫില്ലറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഓപ്ഷൻ ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്? ഓക്കെ, എന്താണ്, അതായത് അത് ഷാർപ്പ് കോർണർ ആണോ, റൗണ്ട് കോർണർ ആണോ, ആംഗിൾഡ് കോർണർ ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഷാർപ്പും റൗണ്ടഡ് കോർണറും ആണ്. ഷാർപ്പ് കോർണറും റൗണ്ടഡ് കോർണറും ആണ് ഫില്ലറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് 1 and 2 ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദി ഡിവൈഡ് കമാൻഡ് ഡു ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ ഡിവൈഡ് കമാൻഡ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എക്സ്റ്റെൻഡ്സ് ലൈൻസ് ടു എ സെലക്ടഡ് ഡ്രോയിങ് ഒബ്ജക്ട്, ബ്രേക്സ് പോളിലൈൻസ് ഇൻടു ഈക്വൽ പാർട്സ്, പ്ലേസസ് ഡിവൈഡിംഗ് മാർക്സ് ഓൺ എ ഡ്രോയിങ് ഒബ്ജക്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് എന്താണ് ഡിവൈഡ് ചെയ്യുക അല്ലെ, എന്ന് വെച്ചാൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുക. അതാണ് ഡിവൈഡ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഒരു പോളി ലൈൻസിനെ ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഡിവൈഡിംഗ് മാർക്ക്, ഒരു ഡ്രോയിങ് ഒബ്ജക്റ്റിൽ ഡിവൈഡിംഗ് മാർക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ 2ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is an advantage of using the array command over the copy command in AutoCAD? Okay, എന്താണ്, അതായത് കോപ്പിയും അറേയും എന്താണ്, നമുക്ക് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ കോപ്പിയിൽ നിന്നും അറേ ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇത്രയാണ്. ഇറ്റ് അലോസ് ഫോർ കോപ്പിംഗ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ആംഗിൾ ആൻഡ് എക്സാക്ട് നമ്പർ ഓഫ് കോപ്പീസ്. അടുത്തത്, ഇറ്റ് ക്രിയേറ്റ്സ് എ റൗണ്ട് കോർണർ ബിറ്റ്വീൻ 2 ലൈൻസ്. പിന്നെ എന്താണ്, ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒബ്ജക്ട്സ് വിത്ത് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രിസിഷൻ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന മീൻസ് എന്ത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? അതായത് നോക്കാം, നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, റൗണ്ട് കോർണർ ക്രിയേറ്റ് ചെയ്യുക അല്ലെ, അത് ഒരിക്കലും വരത്തില്ല അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും അതൊരിക്കലും നമുക്ക് വരത്തില്ല. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യും, പക്ഷെ ഡെഫിനിറ്റ് ആംഗിളിൽ എക്സാക്ട് നമ്പർ ഓഫ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് അറേയുടെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒബ്ജക്ട്സ് വിത്ത് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രിസിഷൻ, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി ആണ്, 1 and 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ദി സ്ട്രെച്ച് കമാൻഡ് ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ സ്ട്രെച്ച് കമാൻഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടു സ്ട്രെച്ച് ലൈൻസ്, ആർക്സ്, സ്പ്ലൈൻസ് എക്സെട്ര, ടു മേക്ക് ക്വിക്ക് ഓൾട്ടറേഷൻസ് ടു ഡ്രോയിങ്,
ടു ഇറൈസ് ഒബ്ജക്ട്സ് ഫ്രം ദി ഡ്രോയിങ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെച്ച് കമാൻഡിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് സ്ട്രെച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് സ്ട്രെച്ച് എന്ന് വെച്ചാൽ ഒരു ലൈനെ വലിച്ച് വലുതാക്കുക അല്ലെ, ഇലോങ്ങേറ്റ് ചെയ്യിക്കുക. അപ്പൊ നമുക്കറിയാം സ്ട്രെച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇലോങ്ങേറ്റ് ചെയ്യിക്കുകയാണ്. സോ ടു സ്ട്രെച്ച് ലൈൻസിനെ മാത്രമല്ല ആർക്സിനെയും സ്പ്ലൈൻസിനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു നോർമൽ ആയിട്ട് കിടക്കുന്ന ഒരു ലൈനാണ്, അതിന് ലെങ്ത് എക്സ്ട്രാ ചെയ്യുമ്പോൾ എന്താണ് അതിന് ഓൾട്ടറേഷൻ ചെയ്തു അല്ലെ. സോ ടു മേക്ക് ക്വിക്ക് ഓൾട്ടറേഷൻസ് ടു ഡ്രോയിങ്സ്. ഓക്കെ, പിന്നെ ടു ഇറൈസ് ഒബ്ജക്ട്സ് ആണോ? അല്ല, ഇറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്ട്രെച്ച് യൂസ് ചെയ്യുന്നത്. പേര് പോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 1 ഉം 2 ഉം ആണ്. സോ ആൻസർ ഓപ്ഷൻ സി 1 and 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദി ഓപ്സ് കമാൻഡ് ഡു ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ ഓപ്സ് കമാൻഡ് എന്തിനാണ്? ആക്ച്വലി നമ്മുടെ എന്താണ് ഡിലീറ്റ് ആയി പോയതെല്ലാം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. റീഇൻസേർട്ട് ദി ലാസ്റ്റ് ഇറൈസ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആക്ട്സ് ലൈക്ക് ദ അൺഡു കമാൻഡ് റീഡൂസ് ദി ലാസ്റ്റ് കമാൻഡ് ഇഷ്യൂ. ഓക്കെ, അൺഡുവിന്റെ ഓപ്പോസിറ്റ് ആണ് റീഡു. അൺഡു എന്താണ് ഡിലീറ്റ് ആയത് നമ്മൾ മീൻസ് റീസ്റ്റോർ ചെയ്തെടുക്കുക അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റീഇൻസേർട്ട് ദി ലാസ്റ്റ് ഇറൈസ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. ലാസ്റ്റ്ലി ഇറൈസ് ചെയ്തതിന് നമ്മൾ റീഇൻസേർട്ട് ചെയ്യുക. പിന്നെന്താണ് ആക്ട് ലൈക്ക് ദി അൺഡു കമാൻഡ്. പിന്നെ വരുന്ന റിഡു വരത്തില്ലല്ലോ അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 1 ഉം 2 ഉം. സോ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of window must be used with the stretch command in AutoCAD? Stretch command ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വിൻഡോ ആണ് ഓട്ടോകാഡിൽ വേണ്ടത്? ഓക്കെ, എ ക്രോസിംഗ് വിൻഡോ, എ ക്രോസിംഗ് പോളിഗൺ വിൻഡോ, എ വ്യൂ വിൻഡോ. മെയിൻലി സ്ട്രെച്ച് കമാൻഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് 2 ടൈപ്പ് വിൻഡോസ് ആണ്, എ ക്രോസിംഗ് വിൻഡോ ആൻഡ് എ ക്രോസിംഗ് പോളിഗൺ വിൻഡോ. ഓക്കെ, ഇത് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ആൻസർ വരുന്നതാണ് 1 and 2 ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഓട്ടോകാഡിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ താങ്ക് യു.